ഞായറാഴ്ച രാവിലെ. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ട് വന്നതിന് ശേഷമുള്ള ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് രാത്രിത്തേക്ക് വേണ്ടി ഞാൻ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ഗ്രീൻ പീസ് ഞാൻ രാവിലെ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ സമയം 3:30 ഞാൻ വന്നിട്ട് ഏകദേശം 10 മിനിറ്റോളമായി. വന്ന ഉടനെ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാൻ ഒരു ബോൾസ ഉണ്ടാക്കി. മൂന്ന് ആപ്പിൾ ഉണ്ടായിരുന്നു, അതെടുത്ത് ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കി. ഡിന്നർ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് കുറച്ച് നേരം TV കണ്ടു. അദ്ദേഹത്തിന് ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, അപ്പം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഹാരങ്ങൾ. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എനിക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഞങ്ങൾ ചിക്കനും മട്ടനൊക്കെ വാങ്ങാറുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇതൊന്നും വലുതായിട്ട് ഉപയോഗിക്കാറില്ല. മുട്ടയും മീനും ഞങ്ങൾ രണ്ടുപേരും കഴിക്കും. ഇറച്ചി, മട്ടനും ചിക്കനൊന്നും ഞങ്ങൾ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. മക്കളും കൊച്ചുമക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇതൊക്കെ വാങ്ങാറുണ്ട്, ഞാൻ ഉണ്ടാക്കാറുണ്ട്. അവർക്ക് ഇതൊന്നും കഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നിർബന്ധമായും അവർക്കെല്ലാവർക്കും ഇതെല്ലാം വേണം. അഞ്ജലിയുടെ ഇടിയപ്പച്ചാണിത്. ഞാനിത് ഓൺലൈനിലാണ് വാങ്ങിയത്. ഇതിൻ്റെ ലിങ്കൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. ചിലപ്പോൾ അഞ്ജലി ബ്രാൻഡ് നെയിം സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ാണ് ഇതിൽ ഇടിയപ്പം പിടിയുന്നത്. നല്ലതാണ്. ദിവസം ഒരു 10 ബദാം ഇതുപോലെ ഞാൻ കഴിക്കാറുണ്ട്. അതിൻ്റെ റുട്ടീനാണ്. ദിവസം ഒരു മുട്ട കഴിക്കണമെന്ന് നിർബന്ധമാണ്. ഞാനും അത് ദിവസം കഴിക്കാറുണ്ട്, ഓരോ മുട്ട. അത് ഒഴിവാക്കാറില്ല.
എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് നല്ല നീളമുണ്ട്, കണ്ട് മടുക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഗ്രീൻ പീസ് വറുക്കി. അഞ്ച് പച്ചമുളകാണ് ഞാൻ കീറിയിട്ടത്. 2 പേർക്കും നല്ലോണം എരി വേണം, അതുകൊണ്ടാണ് 5 ഇട്ടത്. 1 ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞിട്ടത്. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കാം, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഞാൻ അല്പം വെള്ളം എപ്പോഴും ഒഴിച്ചാണ് മസാല വഴറ്റുന്നത്. ഇപ്പം ഞാൻ അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടു. ഒരു ഏലക്ക, 1 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൂടി ചതച്ച് അതും കൂടി കറിയിലിട്ടു. ഞാനെപ്പോഴും വെള്ളം ഒഴിച്ചാണ് മസാല വഴറ്റുന്നത്. ഒരു കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ ആണ് ഒഴിച്ചത്. രാത്രിയിൽ മാത്രമാണ് ഞങ്ങൾ 2 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. സമയങ്ങളിൽ അങ്ങനെ പറ്റാറില്ല. ഞായറാഴ്ച ദിവസം ഞങ്ങൾ 3 നേരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും ഞാൻ. അതുവരെ എല്ലാവർക്കും ബൈ.